ഹേ ഗായ്സ്, നമുക്കൊന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ കൂടുതൽ മസാലകളൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം തന്നെ ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഉള്ളി ഫ്രൈ ചെയ്യാനെടുത്ത ഗീയും ഓയിലും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും തന്നെ നമുക്ക് വേറൊരു പാനിലേക്ക് ഇട്ടിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം പാകമായി വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മുളകുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ടുള്ള മുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളിയും പിന്നെ ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വേറൊരു മസാലപ്പൊടി ഇടുന്നില്ല, നമ്മൾ ഈ ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഗീ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് അരി നമ്മൾ വറുത്തെടുക്കുകയാണ്. നല്ലോണം ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ഗരം മസാലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു പുളിക്ക് നാരങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഗാർണിഷിനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വറുത്തതും പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ദമ്മിടാം.